ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ഉണ്ടാക്കിയാൽ എന്താ? വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ മസാലയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് പച്ചരി 8 മണിക്കൂർ കുതിർത്തിയതാണിത്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തതാണ്. നമ്മൾ കൈകൊണ്ട് ഇന്ന് തിരുമ്മണമെങ്കിൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതുപോലെ ആയിരിക്കണം, അത്രയും നന്നായിട്ട് കുതിരണം. ഇത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പച്ചരി ഉഴുന്ന് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഗ്രൈൻഡറിൽ ഇടണം. ഇത് മിക്സിയിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ അരി നമുക്ക് അരച്ചെടുക്കണം. അരിയിൽ കുറച്ച് താഴെ വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. അരിയുടെ ലെവലിലും താഴെയാണ് ഞാനിപ്പോൾ വെള്ളം ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് ചേർക്കാം. ഞാൻ 1 കപ്പ് അരിക്ക് 1/3 കപ്പ് ഉഴുന്നാണ് ഞാൻ കുതിർത്താനിട്ടത്. അരിയും ഉഴുന്നും ഒരേ സമയത്താണ് ഞാൻ കുതിർത്താനിട്ടത്. ഉഴുന്നിൽ ഞാൻ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. ഉലുവ ഇതിനകത്ത് കിടന്ന് നമ്മൾ അരച്ചിട്ടുണ്ടാക്കിയാൽ ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ലൊരു സ്മെല്ലായിരിക്കും. കയ്പ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അരി അരച്ചതിനകത്തേക്ക് ഈ ഉഴുന്നും കൂടി ചേർക്കാം. ഉഴുന്നിലുള്ള വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അരിയും ഉഴുന്നും പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത ഉലുവയും നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസാണ്, പക്ഷെ നമ്മൾ ഇനി ചേർക്കുന്ന ചേരുവ ചേർക്കുമ്പോഴേക്കും ഇത് കുറച്ച് തിക്കാകും. അതുകൊണ്ടാണ് ഞാൻ ഉഴുന്നിലെ വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് ചോറാണ് ചേർക്കുന്നത്. വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിരിക്കുന്ന ചോറാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മളുടെ കൺസിസ്റ്റൻസി 1 കപ്പ് അരിക്ക് 1/3 കപ്പ് ഉഴുന്ന്, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 1/2 കപ്പ് വേവിച്ച ചോറ്. ഇതാണ് കൺസിസ്റ്റൻസി. ഇതിലാണ് ഞാനെപ്പോഴും ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും കിട്ടും, ദോശയും കിട്ടും. ഇപ്പോൾ ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കാം. അതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഇത് കുറച്ച് തിക്കാണ്, നമുക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ജാറും കൂടി ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് ചുറ്റിച്ച് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാനായിട്ട്. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കരുത്. നമ്മളിപ്പോൾ അരിയും ഉഴുന്നും ചോറും കൂടി മാത്രമാണ് അരച്ചിട്ട് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചത് ഒരു 12 മുതൽ 18 മണിക്കൂർ വരെ വെച്ചാലേ ഇത് നന്നായിട്ട് പൊങ്ങുള്ളൂ. അപ്പോൾ നമുക്കിത് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് കേട്ടോ ഞാനിപ്പോൾ തുറന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് പൊങ്ങിയിട്ടില്ല, എന്നാലും ആവശ്യത്തിന് പൊങ്ങിയിട്ടുണ്ട്. ഞാനിത് റൈസ് കുക്കറിനകത്ത്, ചാക്സൻ്റെ റൈസ് കുക്കറിനകത്ത് വെച്ചിട്ട് എടുത്തതാണ്. ഇനി നമുക്കൊരു 1/2 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് പൊട്ടാറ്റോ മസാല ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ പൊട്ടാറ്റോ ആണ് ക്ലീൻ ചെയ്ത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുങ്ങിക്കിടക്കോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2 സവാള, 1 തക്കാളി, ഒരു 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചതച്ചത്. ഇത്രയുമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഡാൽഡ വേണമെങ്കിലും അതും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും കടുക് ചേർക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവയും കടുകും നന്നായി പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കുക.
പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും നന്നായിട്ട് ചുവന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കാം. വേപ്പില ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വലുതാക്കി കട്ട് ചെയ്ത സവാള ചേർക്കുക. ഇതിലേക്ക് സവാള വലിയതാക്കി നിങ്ങൾക്ക് നീളത്തിലോ അല്ലെങ്കിൽ ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിടാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്താണ് വേവിച്ചത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മാത്രം ഉപ്പ് ചേർത്താൽ മതിയാകും. അതിനുശേഷം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. പിന്നെ പച്ചമുളകും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി മൂത്ത മണം വരണത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കുക. കുരുമുളക് പൊടി ഇതിൽ ചേർത്ത് കുക്ക് ചെയ്താൽ വളരെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി എടുത്ത് വെച്ചത് നീളത്തിലരിഞ്ഞ് ചേർക്കുക. തക്കാളി ഒന്ന് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം തുറന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോയും അതിലെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിക്കും തോറും പൊട്ടാറ്റോ വളരെ നല്ല സോഫ്റ്റും യമ്മിയുമാകും. നല്ല ബട്ടർ പോലെ ഇരിക്കും, നല്ല വെണ്ണ പോലെ. തൊടുമ്പോൾ തന്നെ അത് അലിഞ്ഞു പോകും. നിങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ കുക്കറിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. കുത്തിപ്പൊടിക്കേണ്ട ആവശ്യമില്ല. സ്പൂണ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് വളരെ സ്മൂത്തായിട്ട് പൊടിഞ്ഞു പോകും. ഇനി മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊട്ടാറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. തിക്കായി കണ്ടോ. ഇനി ഇത് കുറച്ച് നേരം തണുക്കുമ്പോഴേക്കും നന്നായിട്ട് കട്ടയാവും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി തൂവി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി തൂവാം. മല്ലിയില തൂവി കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ പൊട്ടാറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ദോശ തവ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിന്നായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗീ കൂടി തൂവി കൊടുക്കാം. നന്നായി മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് ഫോൾഡ് ചെയ്യാം. ഞാനിതിപ്പോൾ സാധാരണ ഫോൾഡ് ചെയ്യുന്നത് പോലെ മടക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. 2 സൈഡും ഗ്യാപ്പുള്ള തരത്തിൽ ഫോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലൊക്കെ ഫോൾഡ് ചെയ്യാം. ഞാനിത് രണ്ടാമത്തെ ഒരു ദോശയും കൂടി ഉണ്ടാക്കുകയാണ്. അത് ഞാൻ വേറൊരു തരത്തിലാണ് ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ 2 സ്പൂൺ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. കാരണം കൈ അല്ലെങ്കിൽ പൊള്ളും, ചൂടായിട്ടിരിക്കുകയല്ലേ. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണമെങ്കിൽ അത് വിടർന്ന് പോകാതിരിക്കും. അപ്പോൾ ഞാനിത് രണ്ടാമത്തത് എൻ്റെ ഐഡിയ വെച്ചാണ് ഞാനിത് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. വേറൊരു വെറൈറ്റി ഫോൾഡിങ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോൾഡ് ചെയ്യാം. ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ച്, ഓരോരുത്തരുടെ ഭാവന അനുസരിച്ചൊക്കെ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ 3ാമത്തെ ഫോൾഡിങ്ങാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റിൽ അവർക്ക് അത് അവരുടെ ജോബ് ആയതുകൊണ്ട് അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിപ്പം 3ാമത്തെ ദോശ ഞാനിതുപോലെയാണ് കോണാകൃതിയിലാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 3 ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു മസാല ദോശയാണിത്. മസാലയാണ് ഭയങ്കര ടേസ്റ്റ്, നല്ല ക്രിസ്പിയാണ്. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊട്ടാറ്റോ മസാലയാണ് ഏറ്റവും നല്ല ടേസ്റ്റായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.